റമദാൻ അവസാന പത്തിന്റെ തിരക്കുകളിലേക്ക് വരുന്നതോടെ പള്ളികളിൽ നമസ്കാരത്തിനെത്തുന്നവർ അലക്ഷ്യമായി കാറ് പാർക്ക് ചെയ്യരുത്, വാഹനം പാർക്ക് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ദുബായ് പോലീസ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് എല്ലാ വർഷവും ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തറാവി തഹജുദ് നമസ്കാരത്തിന് എത്തുന്നവർ ഈ പള്ളികളുടെ മുമ്പിലും സമീപ റോഡുകളിലും അലക്ഷ്യമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. ഇത് ഗതാഗത തടസ്സം ഉണ്ടാക്കും. മാത്രമല്ല, വിശ്വാസികളുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ട്രാഫിക് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള പെട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിയമലംഘകരെ കണ്ടെത്താൻ ട്രാഫിക് പോലീസിന്റെ പെട്രോളിംഗ് മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയമ ലംഘനങ്ങൾ വരുത്തിയാൽ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ അലക്ഷ്യമായിട്ടുള്ള വാഹന പാർക്കിങ്ങിലൂടെ ഈ പലപ്പോഴും ഈ എമർജൻസി വാഹനങ്ങൾ കടന്നു പോകുന്നതിനും രക്ഷാപ്രവർത്തന വാഹനങ്ങളുടെയൊക്കെ കടന്നുവരവിനും ഒക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ജാഗ്രതയോടെ നിങ്ങൾ വാഹന പാർക്കിംഗ് നടത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റമദാനിലെ അവസാന 10 ദിവസങ്ങളിൽ തിരക്കിന്റെ ആധിക്യം തന്നെയായിരിക്കും. തറാവി തഹജുദ് നമസ്കാരത്തിന് എത്തുന്നവർ നമസ്കാരങ്ങൾക്കായി സുരക്ഷിതമായിട്ടുള്ള സ്ഥലം തെരഞ്ഞെടുക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിരക്ക് കൂടുമ്പോൾ പള്ളികളുടെ സമീപ സ്ഥലത്തേക്ക് നമസ്കാരം നീളുന്നതിനൊക്കെ കാരണമാകാറുണ്ട്. ഇത് ഒഴിവാക്കണം എന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കുന്നു. എല്ലാവിധത്തിലുള്ള സുരക്ഷ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ച് വേണം നമസ്കാരങ്ങൾ നിർവഹിക്കാൻ. അതിനുള്ള സുരക്ഷിതമായ സ്ഥലം തെരഞ്ഞെടുക്കാനെന്നും ദുബായ് പോലീസ് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്.